എന്നും കേറുക, ഓരോ ജന്തുക്കളെ പിടിച്ചു നോക്കുക, എടുത്തു നോക്കുക, അത് വളരോ ഇങ്ങനെയൊക്കെ പോയാണ്ട് മറ്റേ കിളി ഇത് തളരോ അതെന്താ തളർന്നിരിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെങ്ങനെ മോട്ടറാക്കാനാണ് വരെ പരിപാടിയിട്ടോ. മോട്ടറാക്കല്ല, നമുക്ക് പെറ്റ്സിനെ ഇഷ്ടമാണ് ബേസിക്കലി. അപ്പം ഈ ഷർട്ട് ഉണ്ട് അല്ലേ, എന്തൊക്കെയാണ് ചോദിച്ചിട്ട് അല്ല ഹാംസ്റ്റർ ഉണ്ടോ ചോദിച്ചിട്ടോ. അതില് അന്നവിടെ ഹാംസ്റ്റർ ഇല്ല. അതിനായിട്ട് പിന്നെ ചോദിച്ചു അതിലിന്റെ ഒരു കിളി ഇങ്ങനെ പൈനാപ്പിൾ കുട്ടി എന്ന് പറഞ്ഞാല് വന്നിട്ടുള്ളേ. അതിൽ ചിറകൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിൽ അതിങ്ങനെ നിൽക്കണം കേട്ടോ. അതിൽ ഈച്ചിനെ അതിനെ പറ്റി അതൊക്കെ അവിടെ പാമ്പുണ്ടോ ചോദിച്ചു. പാമ്പ് ഞാൻ നോക്കട്ടെ. എന്നിട്ട് വാട്സ്ആപ്പ് മൂപ്പരെന്തോ പെറ്റ്സ് അസോസിയേഷൻ ഗ്രൂപ്പുണ്ട്, അതിലിങ്ങനത്തെ വണ്ടി നോക്കി പാമ്പുണ്ടോ മൂപ്പരടുത്തേക്കാ പോളെ വളച്ചോരെ എല്ലാം ചോദിച്ചിരിക്കണേ. നമുക്ക് പോയോട്ടോ. ഇന്നലെ ഈച്ചുവിന്റെ ഒരു ഷോർട്സ് ഇട്ടില്ല, അതിന്റെ ഇടയിൽ ഫുൾ കമന്റ് കേട്ടോ, വ്ളോഗ് എന്തരത്തെ. അപ്പൊ വ്ളോഗ് പ്രേമികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്നലെ നമ്മൾ വ്ളോഗ് ഇട്ടു കേട്ടോ. പിന്നെ അമ്മക്കും ഞാൻ പറയട്ടെ, എനിക്ക് മനസ്സിന് സന്തോഷം. ഇപ്പം എന്തൊക്കെയാണേലും ഇപ്പം ഇനിയിപ്പം പാട്ടാവട്ടെ അല്ലെങ്കിൽ വേറെ എന്ത് പരിപാടി വന്നാലും, മ്യൂസിക് വീഡിയോ വന്നാലും, വേറെ ഷൂട്ടിങ് വന്നാലും, റെക്കോർഡിങ് വന്നാലും, എനിക്ക് ബേസിക്കലി ചെയ്യാൻ ഇഷ്ടം. ഞാൻ എപ്പോഴും എല്ലാവരും പറയുന്നത് മനസ്സിന് സമാധാനം തരുന്ന ഒരു പരിപാടി പറഞ്ഞത് വ്ളോഗിങ് ആണ്. കാരണം ഞാൻ ഫ്രീ ആണ്, എനിക്ക് ഇഷ്ടമുള്ളത് എൻ്റെ അധീനതയിൽ ചെയ്യാം. ആര് പറഞ്ഞതിനനുസരിച്ച് എനിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ ക്യാമറയിൽ എന്തൊക്കെ കിട്ടും അതൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വ്ളോഗ്. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും സമാധാനം കിട്ടുന്ന പണിയിട്ടാണ്. അപ്പോൾ ക്യാൻസേ ഇവിടെ ആയിരിക്കും, ഇവിടെ അല്ലെങ്കിൽ അവിടെ ഇവിടെ ആയിരിക്കും. പക്ഷെ അവിടുന്ന് ക്യാമറ അങ്ങോട്ട് വെക്കാനേ കാരണം പോവാ. സഫാൻ ഖാന്റെ പേരിൽ ബിരിയാണിയാണ് തോന്നുന്നത്, എല്ലാവരും ഇരുന്ന് തിന്നണ്. മാങ്ങ സീസൺ കഴിഞ്ഞോ? അല്ല, അത്ര മാങ്ങ ഇപ്പൊ കാണില്ല. ആദ്യം കണ്ടത്ര മാങ്ങ കാണില്ല. എല്ലാവർക്കും ഒരു കംപ്ലൈന്റ്, നമ്മള് എക്സാം കൊടി കുത്തുന്ന ടൈമിൽ നമ്മള് പേരും വ്ളോഗ് ഇടല്, രാവിലെ ഉച്ചക്ക് രാത്രി. എക്സാമാണ് കഴിഞ്ഞ് എല്ലാരും ഫ്രീ ആയപ്പോ എന്തായി, നമ്മള് വ്ളോഗേ ഇല്ല. അയ്യോ, പണ്ടത്തെ പോലെ അല്ല കേട്ടോ. അപ്പൊ നമുക്ക് സെക്യൂരിറ്റി പരിപാടികളൊക്കെ ഉണ്ട്. ഹേയ്, ഞങ്ങള് ഫ്ലാറ്റിൽ നിൽക്കണ പോലെയാണ്. നിലമ്പൂരൊന്നും ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ പ്രതീക്ഷിച്ചും കൂടി അല്ല. താങ്ക് യു, ബൈ. ഉച്ചക്ക് മനുഷ്യൻ പാട്ട് നടത്തുന്ന വന്നാണ്ട് ഇവിടെ 2-3 ചെറിയ ചെക്കന്മാരുണ്ട് കേട്ടോ, കിട്ടുന്ന ചെക്കന്മാര്. വണ്ടിയും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ വണ്ടി ഉണ്ട്, അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതെന്തായാലും ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ വ്ളോഗില്. ഒരു റീസെന്റ് പോകണം. ഞാൻ എവിടുന്ന ഈ സൗണ്ട് ആയിട്ട് നോക്കുമ്പോൾ ചെങ്ങായിട്ട് നിലത്ത് കൂടെ അങ്ങനെ പോകണം. കാരണം ഓനും ചെറുതാണ്, അവൻ്റെ വണ്ടിയും ചെറുതാണ്. പക്ഷെ സൗണ്ടോ പെരും സൗണ്ടും. ആ ബെൽറ്റ് ഇട്ടാളെ ഷാഫി പാസല്ലോ എന്ന് വിളിച്ച ഷാഫിയെ. നമുക്കിന്ന് കുറെ പരിപാടികളുണ്ട് കേട്ടോ, 2-3 പരിപാടികളുണ്ട്. അപ്പം അതിൽ ആദ്യത്തെ പരിപാടിയാണ് ഇപ്പൊ വെറുതെ ഇരുന്നപ്പോൾ ഉണ്ടായ പ്ലാനാണ്. ഈസാൻ എലീനെ വാങ്ങും അല്ലെങ്കിൽ കിളിനെ വാങ്ങും. അപ്പൊ എന്തിനാണ് വാങ്ങാൻ പോണെന്നുള്ളത് കണ്ടറിയാം. ഈസാൻ ഇങ്ങനത്തെ ഒരു പിരാന്താണ്, എലീനെ വാങ്ങുക. ഇതില്ല ഇത്രയും കാലം. പിന്നെ ഇതിപ്പോ സോഷ്യൽ മീഡിയ വണ്ടി കാണുന്ന രീതിയിൽ നിർത്തിയിട്ടില്ല. കാണാമല്ലോ സ്പീക്കറുടെ ആയിക്കോട്ടെ. നമ്മള് പെരക്ക് കയറണോട് തന്നെ ഉണ്ട് കേട്ടോ. പെരക്ക് കയറണ ലെഫ്റ്റ് ഇരിയില്ലേ, റൈറ്റ് ഇരിയില്ലേ, അവിടെ തന്നെ ഉണ്ട്. അന്റാർട്ടിക്ക, ഫന്റാർട്ടിക്ക. നമ്മളെ നാട് ഫുള്ള് വികസിച്ചിട്ടോ. അപ്പൊ ഹൈലൈറ്റ് മാള് വരാണ് നമ്മളെ നാട്ടിലിതാ. ഇവിടെ മാള് വരാൻ പോവാട്ടോ. അപ്പൊ അതിന്റെ ഹൈലൈറ്റ് മാളൊക്കെ വന്നാല് കാക്കൊക്കെ പേരും കച്ചവടം വലുതായിട്ടായി. വണ്ടി ഓണാക്കിയിട്ടൊന്നും വേണ്ട, ഇവിടെ തന്നെയല്ലേ വരാ. ഇതാണ് പൈനാപ്പിൾ പനമൂരി ബാൻസ്. എടാ അതൊക്കെ വ്യവസ്ഥയൊക്കെ ഉണ്ടായി. നാടൻ കോയിന് വാങ്ങിയാലോ? നാടൻ കോഴിയൊന്നല്ല, വെള്ളപ്രാവ്, അമ്പലപ്രാവ്. അമ്പലപ്രാവിനെ ഒക്കെ വെച്ചിക്കണ്.
ഇത് അമ്പലപ്രാവല്ലേ? ഈച്ചോ ഇത് അമ്പലപ്രാവ് കൊത്തിയോ? ഇത് അമ്പലപ്രാവല്ലേ? ഇത് കോയും പ്രാവും ക്രോസ് ആട്ടോ. കാണിച്ചോ. ഇത് ക്രോസ് ആണ്, കോയും പ്രാവും. ഇത് കോയും പ്രാവും ക്രോസ് ആണ് പറഞ്ഞോട് കണ്ടേ. ഇത് കാണിച്ചോ കൻസൊന്നാണ് ഇങ്ങനെ എന്നാ കൻസേ അങ്ങോട്ട് വാ. റോഡ് നോക്കി കൻസ് ഇങ്ങനെ അല്ലേ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കടക്കാൻ ജീവി പോലെ. ഇത് കോയും പ്രാവും ക്രോസ് ആയതാട്ടോ.